സന്ദീപ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കുഴൽമന്ദത്തിലാണ്. നമ്മൾ ഈ ഇടുക്കിയിൽ നിന്ന് കേൾക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇരട്ട കൊലപാതകമാണ്. ഈ നിതീഷിൻ്റെ അച്ഛനെ കൊന്നു, പിന്നീട് ഈ കുഞ്ഞിനെയും ശ്വാസം മുട്ടിച്ചു കൊന്നു. എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ദുരൂഹമായ കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ്. ഇതിൽ നിതീഷിന് പുറമെ ബാക്കി കുടുംബാംഗങ്ങളെയും ഇപ്പോൾ പ്രതി ചേർക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സാഹചര്യമായിട്ട് തോന്നിയ ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഇല്ലെങ്കിലും മുമ്പിൽ കണ്ടതിനെ തുടർന്ന് തുടങ്ങിയ അന്വേഷണമാണ്. ആ അന്വേഷണമാണ് ഇപ്പോൾ 2 കൊലപാതക കേസുകളിൽ എത്തി നിൽക്കുന്നത്. അതിൽ ഈ വിജയൻ എന്ന് പറയുന്നയാളെയും അതിൻ്റെ കൊച്ചു പിഞ്ചു കുഞ്ഞിനെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ വീട്ടിൽ വിജയൻ്റെ മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത് ആ തറ കുഴിച്ചുള്ള പരിശോധനയടക്കം ഇന്ന് നടത്തും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് 2 പേരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒന്ന് ഈ വിജയൻ്റെ ഭാര്യയെയും ഒപ്പം തന്നെ വിജയൻ്റെ മകനെയും ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നു. ഈ 2 കേസുകളിലുമായി ബന്ധപ്പെട്ടിട്ട് ക്രൂരമായിട്ടുള്ള കൊലപാതകം, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേസുമായി അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയെ 2016 ഈ കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഈ 2ാമത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള വിജയൻ ഈ കുട്ടിയെ എടുത്ത് കയ്യിൽ പിടിക്കുകയും നിതീഷ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പോലീസിന് ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവർ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന കട്ടപ്പനയിലെ മറ്റൊരു വീട്ടിൻ്റെ തൊഴുത്തിൽ കുഴിച്ചു മൂടിയെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിനുശേഷമാണ് ഏതാണ്ട് 8 മാസങ്ങൾക്ക് മുമ്പ് ദൃശ്യം മോഡൽ കൊലപാതകമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് സന്ദീപ്? ഡോക്ടർ അരുൺകുമാർ, ഈ കുട്ടിയെ കൊലപ്പെടുത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വിഷ്ണുവിൻ്റെ സഹോദരിയുടെ കുട്ടിയാണുള്ളത്. ആ കുട്ടി എന്ന് പറയുന്നത് ഈ നിതീഷിൻ്റെ കുട്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായ കുട്ടി, ഒപ്പം തന്നെ ഈ വിവാഹം കഴിക്കാത്ത പെൺകുട്ടി പ്രസവിച്ചു എന്നുള്ളതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാനക്കേട് ഭയന്നുകൊണ്ടാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന് ഇപ്പോൾ കണ്ടെത്തുവാൻ, ഇല്ലെങ്കിൽ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണവും നടത്തി വരികയാണ്. ഒപ്പം തന്നെ വിജയനെ കൊലപ്പെടുത്തുന്നത് ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഈ പണവുമായി ബന്ധപ്പെട്ട് ഈ കട്ടപ്പനയിലെ വീട് വിറ്റതിന് ശേഷം ഉള്ള തുക വിജയന്റെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ വളരെ ദുരൂഹത ഇതിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഡോക്ടർ അരുൺകുമാർ. അത് മകനല്ല, മകന്റെ സുഹൃത്ത്. ഈ മകനാണ് വിഷ്ണു എന്ന് പറയുന്നത്. വിഷ്ണുവിന്റെ സുഹൃത്താണ് നിതീഷ്. ഇതിൽ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി വന്നിരുന്നു എന്ന് പറയുന്നത്. അയാളാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ശരി സന്ദീപ്, വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് നമ്മളെ തേടി എത്തിയത്. നമ്മൾ ആദ്യം സംശയിച്ചത് ഈ നരബലി പോലെ എന്തോ ഒന്നാണോ എന്നുള്ളതാണ്. മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞുണ്ടായതിലുള്ള നാണക്കേട് ഭയന്നാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. മകൻ്റെ സുഹൃത്താണ് ഈ അച്ഛനെ തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് കൊല്ലുകയും ചെയ്തത്. എന്തായാലും പോലീസ് അന്വേഷണം ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. വീടിൻ്റെ എനിക്ക് തോന്നുന്നത് കുഞ്ഞിനെ കുഴിച്ചിട്ടിരിക്കുന്ന തൊഴുത്ത് അത് പൊളിച്ച് മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തിന് പരിശോധന നടത്തണം. പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തുകയാണ്. നിതീഷിനോടൊപ്പം മറ്റു കുടുംബാംഗങ്ങളിൽ എത്ര പേർക്ക് ഈ വിവരം അറിയാമായിരുന്നു എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്.